ടൊയോട്ട കോളിസ് 2004 മോഡൽ വണ്ടിയാണ്. എല്ലാ വർക്കിനും വേണ്ടി വന്നതാണ്. ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്ന് ഓടിച്ച് നോക്കണം. ഓടിച്ച് നോക്കിയിട്ടില്ല. ഓടിച്ച് നോക്കിയിട്ട് എന്താ കംപ്ലയിൻറ്റ് വന്നെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. വണ്ടിയിൽ കയറിയിട്ട് തന്നെ ബ്രേക്ക് തീരെ ഇല്ല. ഏകദേശം ഡൗണായി പോവുകയാണ്. അടുത്താണ് നിൽക്കുന്നത്, കണ്ടില്ല? ബ്രേക്ക് തീരെ കുറവാണ്. ഓടിച്ച് നോക്കാം. എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം ഞാൻ. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. നമ്മൾ വണ്ടി കയറ്റി പൊക്കി നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുള്ളൂ. ഏകദേശം ബെയറിംഗ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ എന്നുള്ളത് ഇപ്പം തന്നെ അറിയാം. കാണിച്ചു തരാം ഞാൻ. ഒരുപാട് സൗണ്ടുകളുണ്ട്. ബാക്കിലും ഫ്രണ്ടിലും വീൽ ബെയറിങ്ങും സൗണ്ട് ഉണ്ട്. അധിക സൗണ്ട് ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കി പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ടേ നമ്മൾ പറയാൻ പറ്റുള്ളൂ. ഒരുപാട് സൗണ്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ബ്രേക്ക് അടക്കം ഓടിക്കുന്നുണ്ട് ഞാൻ, പക്ഷേ ചവിട്ടിയാൽ നിൽക്കുന്നേ ഇല്ല. അതേ പെടനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബ്രേക്ക് ഓയിൽ ഉണ്ടോ ഇല്ലയോ അറിയുന്നില്ല. നോക്കണം. നമുക്ക് ഫുള്ളായിട്ട് ചെക്കപ്പ് ചെയ്തിട്ടേ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരുപാട് സൗണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് ഏതിലാണ് സൗണ്ട്, എന്താണ് പ്രശ്നം പറ്റിയത് അറിയില്ല, നോക്കാൻ പറ്റില്ല. എല്ലാം ഫുള്ളായിട്ട് നോക്കിയാലേ നമുക്ക് എല്ലാ കംപ്ലയിൻറ്റും പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ബ്രേക്ക് ഓയിൽ തീരെയില്ല. മറ്റുള്ള കാര്യമൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. നോക്കട്ടെ. ഡൗണാണ്. ഒന്നുമില്ല അതിനകത്ത്. എന്താണ് നോക്കാം. ഇല്ലെങ്കിൽ സിലിണ്ടർ എന്തെങ്കിലും പോയിട്ടുണ്ടോ, അതുകൊണ്ടായിരിക്കും ബ്രേക്ക് ഡൗണായി വരുന്നത്. ബ്രേക്ക് ഓയിലേ ഇല്ല. ക്ലച്ചും കമ്മിയാണ്. ഓയിലുണ്ട്, കമ്മിയാണ്. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എല്ലാ കാര്യങ്ങളും. ബെൽറ്റുകൾ ഒറിജിനലല്ല, ഫെൻഡറിൻ്റെയാണ്. ഫെണ്ണർ ആണ് വെച്ചിരിക്കുന്നത്. അത് കുഴപ്പമില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നോക്കിയിട്ട് നേരം കൂളൻറ്റും കമ്മിയാണ്. അധികമേ ഇല്ല. ഇത് കാലിയാണ്. തുറക്കാം. ഓടിച്ച് വന്നുള്ളൂ. ഈ ലിഫ്റ്റിൽ കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് കംപ്ലൈൻറ്റ് വന്നിട്ട് ബുഷ്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇത് ഒരേ ലെവലിൽ നിൽക്കണം. ഇപ്പോൾ നിൽക്കുന്നത് ഡൗൺ ആയിട്ടാണ്. ഇപ്പോൾ ബുഷ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡൗൺ ആകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും മിഡിലായിട്ട് നിൽക്കണം. ബുഷ്കറ്റ് പോയിട്ടുണ്ട്. അപ്പർ ആമും ലോവർ ആമും പോയിട്ടുണ്ട്. എന്താണ് ഒരു ഡൗണാണ്. കണ്ടാൽ മനസ്സിലാവും. ഇത് ഡൗണായി നിൽക്കുകയാണ്. ഇപ്പോൾ ബുഷ്കിറ്റ് പോയിട്ടാണ് ഇങ്ങനെ ഡൗണായി നിൽക്കുന്നത്. ബുഷ്കിറ്റ് കംപ്ലീറ്റ് ആയി ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ബുഷിൻ്റെ എങ്ങനെ നിൽക്കുന്നുള്ളത്. ഇത് ഡൗണായി നിൽക്കുകയാണ്. രണ്ടും ലോവർ ആമും അപ്പർ ആമും മാറ്റണം. അതേപോലെ തന്നെ എൻജിൻ മൗണ്ടും പോയി നിൽക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഡൗണാണ്. ബിഗായിട്ട് നിൽക്കണം. എൻജിൻ മൗണ്ട് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും മനസ്സിലാവും എങ്ങനെയൊക്കെ വരേണ്ടതെന്നുള്ളത് മനസ്സിലാവും. ഇത് ഡൗണായി നിൽക്കുകയാണ്. കൈയിടാനടക്കം പറ്റില്ല. എൻജിൻ മൗണ്ട് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഏത് പൊസിഷനിൽ നിൽക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതും ഇപ്പുറത്തെ എൻജിൻ മൗണ്ടും ഡൗൺ. കണ്ടില്ല, അതിനേക്കാളും ലെഫ്റ്റ് സൈഡിനേക്കാളും ഡൗണാണ് ഇത്. കണ്ടില്ല, ഡൗണായി നിൽക്കുകയാണ്, പൊട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാ സൗണ്ടുകളും ഓടിക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല. ഒരുപാട് കംപ്ലൈൻറ്റുണ്ട്. അതുകൊണ്ടാണ് അറിയാത്തത്. എന്തെങ്കിലും ഒരു മൗണ്ടോ എന്തെങ്കിലും പോയിട്ടുണ്ടോ, ലിങ്ക് റോഡ് പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു സൗണ്ടേ വരുള്ളൂ. ഇത് അത്രയല്ല, ഒരുപാട് സൗണ്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും കംപ്ലൈൻറ്റ് വന്നത്. ബോൾ ജോയിൻറ്റും അതേപോലെ ടൈറോഡ് എൻഡും പോയിട്ടുണ്ട്. അതെന്തായാലും മാറ്റണം. ലെഫ്റ്റും റൈറ്റും റൈറ്റും ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. ലിങ്ക് റോഡും കട്ട് ബുഷും പോയിട്ടുണ്ട്. ഒരുപാട് സൗണ്ടുകൾ വന്നിട്ടുണ്ട്. അത് ഷോക്കിൻ്റെ ബുഷ ഇല്ല, പൊട്ടി നിൽക്കുകയാണ്. ഈ സൗണ്ടും വന്നുകൊണ്ടേയിരിക്കും. കണ്ടില്ലേ, ഗിട് ഒരുപാട് സൗണ്ട്. ഗിട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരുപാട് സൗണ്ടുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ കട്ടായി നിന്നത് കൊണ്ടാണ് ഈ സൗണ്ടുകൾ, ഇത്രയും സൗണ്ടുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ സൗണ്ട് എന്നുള്ളത് മനസ്സിലാകുകയില്ല. ഇത്രയും സൗണ്ട് വന്നാൽ നമുക്ക് എന്താ സൗണ്ട്, എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാകുകയില്ല. അതുപോലെ സൗണ്ട് ഉണ്ടായിരുന്നു വണ്ടിക്ക്. അപ്പോൾ ഫുള്ളായിട്ട് ഫ്രണ്ട് ഷോക്കും മാറ്റണം. അതുപോലെ തന്നെ
ഇഞ്ചി മൗണ്ട് അടക്കം കാണിച്ചു കണ്ട പൊട്ടി നിൽക്കുകയാണ്, പൊട്ടിയായി നിൽക്കുന്നതാണ് ഇഞ്ചി മൗണ്ട്. അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഒരു സുഖം തോന്നും. ഇതല്ലേ ക്ലച്ചും പോയിട്ടുണ്ട്, ഹാർഡാണ് ക്ലച്ച്, പെഡൽ ഹാർഡാണ്, ക്ലച്ചും പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഹാർഡ്നെസ് വരുന്നത്. അഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണ് അതിൻ്റെ ഇത് വന്നതെന്നുള്ള കാണിച്ചു തരാം. ഗിയർ ബോക്സ് മൗണ്ടും ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇത് മാറ്റി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ മാറ്റിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാൻ പറ്റും. ഹാർഡായി നിൽക്കണം, മുട്ടി നിൽക്കുകയാണ്, സൗണ്ടുകൾ വന്നുകൊണ്ടേ ഇരിക്കും ഇതിനകത്ത്. ഉണ്ടല്ലേ. പിന്നെ ഷാർപ്പ് ജോയിൻറ്റും പോയിട്ടുണ്ട്. അല്ല ഷെയ്ക്കിങ്ങും ഉണ്ട്, തുരുമ്പും ഉണ്ട് ഉള്ളിൽ. തുരുമ്പ് കൊണ്ടാണ് ഈ കളർ വരുന്നത്. തുരുമ്പുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ജോയിൻ്റ് പോയിട്ടുണ്ട്. ഒരുപാട് സൗണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലീഫ് ബുഷും കംപ്ലീറ്റാണ്, ഡെഡായി നിൽക്കുകയാണ്. അത് മാറ്റണം. ഈ സൈഡും ഈ സൈഡും. ബാക്കിൽ ബുഷ് പോയിട്ടുണ്ട് എല്ലാ സൈഡും. ബാക്കിലുള്ള ഷോക്കും മാറ്റണം. ലീക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. രണ്ട് സൈഡും മാറ്റി തന്നെ വേണം. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല, എല്ലാം മാറ്റി തന്നെ വേണം. അത് മാറ്റിയിട്ട് വണ്ടി ഓടിച്ചിട്ട് കാണിച്ചു തരാം ഞാൻ. എല്ലാ വർക്കും ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടി നോക്കണം, അതുപോലെ തന്നെ ഓടിച്ച് നോക്കണം. ഓടിച്ച് നോക്കുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ ചെയ്തതെന്നുള്ളത് നോക്കണം. അതിനുവേണ്ടി കയറ്റിയിട്ടുണ്ട് ഞാൻ. എന്തൊക്കെ മാറ്റിയെന്ന് കാണിച്ചു തരാം. പുഷ് കിറ്റ് ഞാൻ പറഞ്ഞല്ലോ, വെച്ചിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. അതേപോലെ വെച്ചിട്ട് ഈ സൈസിൽ നിൽക്കണം, ഡൗൺ അല്ല. കണ്ടില്ലേ, ഇതുപോലെ റെയിലായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഡൗൺ ആയിക്കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് പോയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഡൗൺ ആയാൽ, ഡൗൺ അല്ല, ഇപ്പോൾ റെയിലായിട്ട് നിൽക്കുന്നുണ്ട്. ബുഷ് മാറ്റിയപ്പോഴാണ് ഇതുപോലെ റെയിലായിട്ട് നിൽക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഡൗൺ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബുഷ് എന്തായാലും പൊട്ടിയിട്ടുണ്ടാവും. കണ്ടല്ലേ, നിങ്ങൾക്ക് തന്നെ നോക്കാം. വീട്ടിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊന്ന് നോക്കാം. നോക്കിയിട്ട് ഇത് ഏകദേശം ഡൗൺ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ബുഷ് എന്തായാലും പോയിട്ടുണ്ടാവും. അത് മാറ്റി തന്നെ വേണം. രണ്ട് സൈഡും റെയിലായിട്ട് നിൽക്കുന്നത് ബുഷ് മാറ്റിയപ്പോട്ടോ. ബാക്കിയുള്ള വർക്ക് ചെയ്ത കാര്യം ഞാൻ കാണിച്ചു തരാം. മാറ്റിയ സാധനങ്ങൾ ഒന്നുകൂടെ കാണിച്ചു തരാം ഞാൻ. എൻജിൻ മൗണ്ട് ഈ അവസ്ഥയിലാണ് പൊട്ടി നിൽക്കുകയായിരുന്നു, പൊട്ടി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് എൻജിൻ മൗണ്ട് പോയത്. അതും നേരത്തെ ഇട്ടിരിക്കുന്നത് VIRൻ്റെയാണ് ഇട്ടിരിക്കുന്നത്. എപ്പോഴും ഒരു 40,000 കിലോമീറ്റർ വരെ ഓടിക്കുക, കുഴപ്പമില്ല. അതിനുശേഷം ഓടിച്ചാലും ഇതുപോലെ പൊട്ടിപ്പോവും. കണ്ടോ, ഇതൊക്കെ അങ്ങനെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഒറിജിനൽ കിട്ടാവുന്ന സാധനങ്ങൾ ഒറിജിനൽ കിട്ടിയ ഏകദേശം ഒറിജിനൽ തന്നെ ഇടണം. അതർ ബ്രാൻഡ് ഇടുക, പക്ഷേ ഇതുപോലെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറിജിനൽ തന്നെ ഇടുക. ഏകദേശം സാധനങ്ങൾ ഒറിജിനൽ കിട്ടാനുണ്ട് പോളിസിന്. ഇല്ലാത്ത സാധനങ്ങൾ, ഒറിജിനൽ കിട്ടാത്ത സാധനങ്ങൾ മാറ്റി വിടുക, എന്നാൽ തന്നെ ഗുഡാവുള്ളൂ. പിന്നെ ക്ലച്ച് മാറ്റിയിട്ടുണ്ട്, അതും ഡൗൺ ആണ്, കണ്ടില്ലേ. അതുകൊണ്ട് റൈസ് ആവും, അതിനാണ് മാറ്റിയത്. അത് മാറ്റിയത് ലൂക്കിൻ്റെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും കുഴപ്പമുള്ളത് നമുക്ക് ക്ലച്ച് ചവിട്ട് തന്നെ ഹാർഡായിട്ടാണ് പോകുന്നത്. അത് ഈ സൈഡും കംപ്ലൈൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഹാർഡായിട്ട് പോയത്. ആ ലൂക്കിൻ്റെ തന്നെയാണ് ഇപ്പോഴും ഇട്ടിരിക്കുന്നത്. നമുക്ക് വണ്ടി ഓടിച്ച് നോക്കിയിട്ടില്ല, എല്ലാ കാര്യങ്ങളും ഓടിച്ച് നോക്കണം എനിക്ക്. അതിന് മുന്നേ നിങ്ങൾക്ക് അറിയണമല്ലോ എന്തൊക്കെ മാറ്റി എന്താണെന്നുള്ളത്. അതിനുവേണ്ടി കാണിച്ചു തരികയാണ് ഞാൻ. ഈ VIRൻ്റെ എല്ലാ രണ്ട് സൈഡും ഉള്ളത് VIR ആണ് ഉള്ളത്. അത് പൊട്ടി നിൽക്കുകയാണ്, പക്ഷേ ഡൗൺ ആയിട്ടില്ല. ഹിഞ്ചസും യോക്കും മാറ്റിയിട്ടുണ്ട്, എന്തല്ല. പിന്നെ ലോവർ ആം ഡാമേജാണ്, എവിടെയോ മുട്ടിയിട്ട് ഈ സൈഡാണ് ഡാമേജായി നിൽക്കുന്നത്. ലോവർ ആം ഇതുപോലെ ഡൗൺ ആയിക്കഴിഞ്ഞാൽ അലൈൻമെൻറ്റിന് കിട്ടില്ല.
അതേപോലെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കും. ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ബുഷും ഡൗൺ ആണ്, പക്ഷേ ബുഷ് കിറ്റ് മാറ്റണം. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുമ്പോൾ ലോവർ ആമും അപ്പർ ആമും എല്ലാ ബുഷും മാറ്റി തന്നെ ആവണം. ഇത് ഡൗൺ ആണ്. അത് സെക്കൻഡ് ഹാൻഡ് ഒരെണ്ണം മേടിച്ചിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തതാണ് ഇതിനകത്ത്. പിന്നെ ഷോക്കും മാറ്റിയിട്ടുണ്ട്. ഇത് ബാക്കിൽ വരുന്ന ഷോക്കാണ്, 2 എണ്ണം. അതും മാറ്റിയിട്ടുണ്ട്. ലീക്ക് ഉണ്ട്, അതുകൊണ്ടാണ് മാറ്റിയത്. നേരത്തെ ഉണ്ടായിരുന്നത് ടൊയോട്ടൻ്റെ തന്നെയാണ് ഇത്. അത് മാറ്റിയിട്ട് ഗബ്രിയൻ്റെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഫ്രണ്ടിലെ ഷോക്ക് ആകെ ഡൗൺ ആണ്. ഞാൻ കാണിച്ചു തന്നല്ലോ നേരത്തെ, ബുഷേ ഇല്ല, അങ്ങനെയാണ് നിൽക്കുന്നത്. അതാണ് ഒരുപാട് സൗണ്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതിൻ്റെ ഒരെണ്ണത്തിൻ്റെ സൗണ്ട് അടക്കം ബെറ്ററായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതും 2 എണ്ണം മാറ്റിയിട്ടുണ്ട് ഷോക്ക്. ഈ കമ്പനിൻ്റെയാണ് നമ്മൾ ഇപ്പോൾ ഇടുന്നത്. അതുപോലെ ടൈർ റോഡ് എൻഡ് ഒരെണ്ണം മാറ്റിയിട്ടുള്ളൂ. ഒരെണ്ണം മാറ്റി ലെഫ്റ്റ് സൈഡ് മാറ്റിയിട്ടുണ്ട്. റൈറ്റ് സൈഡ് വന്നിട്ട് ഈ ബൂട്ട് മാത്രം മാറ്റിയിട്ടുള്ളൂ. നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് എൻഡ് കുഴപ്പമില്ല. ഇത് എൻഡ് ഡൗൺ ആണ്, ഒരുപാട് ഡൗൺ ആണ്, അതുകൊണ്ട് മാറ്റിയതാണ് ഞാൻ. റൈറ്റ് സൈഡ് വന്നിട്ട് ബൂട്ട് മാത്രം ഇത് മാത്രം മാറ്റിയിട്ടുണ്ട്. പോയിട്ടുണ്ട്, അതും മാറ്റിയിട്ടുണ്ട്. ഷൂ വന്നിട്ട് ഇതുപോലെ ലെവലിലാണ് നിൽക്കുന്നത്, മുട്ടി നിൽക്കുകയാണ്. എന്തോ ഡ്രമ്മിൽ മുട്ടിയിട്ടില്ല, അതുകൊണ്ട് ഗുണം 1 mm വരെ ചൂസ് ചെയ്യുക. അതിന് ഡൗൺ ആയിക്കഴിഞ്ഞാൽ എന്തായാലും മാറ്റണം. 1 mm വരെ യൂസ് ചെയ്യുക. നമുക്ക് 1.5 വന്നാലും യൂസ് ചെയ്യുക, കുഴപ്പമില്ല. 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ അത് ഡൗൺ ആവുകയുള്ളൂ. 1 mm ആണെന്നുണ്ടെങ്കിൽ എന്തായാലും മാറ്റണം. ഇതും പോയിട്ടുണ്ട്, അതും മാറ്റി വിട്ടു. ഒരു സൈഡ് മാത്രമല്ല കേട്ടോ, 2 സൈഡും കംപ്ലൈൻ്റ് ഉണ്ട്, അതുകൊണ്ട് മാറ്റിയതാണ്. പിന്നെ ലോവർ ആം ബുഷാണ് മാറ്റിയത്. ഇതാണ് സാധനം. ഒരു വീൽ സിലിണ്ടറും പോയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്, അതും മാറ്റിയിട്ടുണ്ട്. ബോൾ ജോയിൻറ്റ്, സ്റ്റിയറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റും പോയിട്ടുണ്ട്, അതും മാറ്റിയിട്ടുണ്ട്. ഇത് ബ്രേക്ക് റോഡ് ബുഷാണത്, അതും മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാരിങ്, ഫ്ലൈ വീലിൻ്റെ ബാരിങ് പോയതാണ്. എന്തായാലും ക്ലച്ച് അയക്കുമ്പോൾ ഈ ബാരിങ് നോക്കണം കേട്ടോ. ഇതേ തന്നെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ബുദ്ധിമുട്ടും വരും, അതേപോലെ ടൈറ്റും വരും. ഓടിക്കുമ്പോൾ ഒരു ഗിയർ ഇടുമ്പോൾ തന്നെ ഒരു ടൈറ്റ് വരും. അത് എന്തായാലും മാറ്റണം. ഇതിനൊന്നും അധിക രൂപയില്ല, നിസ്സാര പൈസയുള്ള ഇതിനകത്ത്, അതും മാറ്റി തന്നെ വേണം. സിലിണ്ടർ ഡാമേജ് ആയതുകൊണ്ടാണ് ബ്രേക്ക് ഓയിൽ ഇല്ലാതെ ഇരുന്നത്. അത് മാറ്റിയപ്പോൾ ഇപ്പോൾ ഏകദേശം ക്ലിയറാണ്. ഇനിയിപ്പോൾ വണ്ടി ഓടിച്ച് നോക്കണം നമുക്ക് എന്തായാലും. അതിൻ്റെ ബെൽറ്റ് വന്നിട്ട് ഒറിജിനലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതൊക്കെ ഓയിൽ കിട്ടുന്ന സാധനങ്ങൾ ഒറിജിനൽ തന്നെ ഇടും ഞാൻ. ബെൽറ്റ്, ടൈമിംഗ് ബെൽറ്റ് എല്ലാം ഒറിജിനൽ തന്നെ ഇട്ടിരിക്കുകയാണ്. സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് ഒരു സൈഡും മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ടൈറോഡ് എൻഡ് മാറ്റിയിട്ടില്ല. ബൂട്ട് മാത്രം പൊട്ടിയതാണ്, അത് മാറ്റി വിട്ടു. നമ്മുടെ കയ്യിലുള്ളത് മാറ്റി വിട്ടു. ഷോക്കും മാറ്റിയിട്ടുണ്ട്, ലിങ്ക് റോഡും മാറ്റിയിട്ടുണ്ട്. അതുപോലെ കട്ട് ബുഷും മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത്. ഈ സൈഡും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതിൽ ടൈറോഡ് എൻഡ് മാറ്റിയിട്ടുണ്ട്. അലൈൻമെൻറ്റും കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഓടിച്ച് നോക്കാം. ടൈർ എൻഡ് മാറ്റിയിട്ടുണ്ട്. ലിങ്ക് റോഡ് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ബുഷും മാറ്റിയിട്ടുണ്ട്. ബുഷ് ഇപ്പോൾ സൗണ്ടൊന്നും വരില്ല. എന്താണെന്ന് വെച്ചാൽ നേരത്തെ ബുഷ് കിറ്റ് അടക്കം പോയിട്ട് മുട്ടി നിൽക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഗിടുന്ന് സൗണ്ട് വന്നുകൊണ്ടേ ഇരുന്നത്. ബ്രേക്ക് റോഡിൻ്റെ ബുഷ് കിറ്റും മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത് 2 സൈഡ്. ലോവർ ആം മാറ്റിയത് ഈ സൈഡ് ലോവറാണും ആം അടക്കം മാറ്റിയതാണ് ഞാൻ. എന്താണെന്ന് വെച്ചാൽ ഡൗണായി നിൽക്കുകയായിരുന്നു, അതുകൊണ്ട് മാറ്റിയതാണ്. എന്താണെന്ന് വെച്ചാൽ ഡൗൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ അലൈൻമെൻറ്റ് കിട്ടുകയില്ല. അലൈൻമെൻറ്റ് കാസ്റ്റർ വരുന്നത് ഈ സൈഡാണ്, അത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഇത് ഒന്ന് ഡൗൺ ആക്കിയിട്ട് വെൽഡ് ചെയ്യണം, എന്നാൽ തന്നെ അലൈൻമെൻറ്റ് റെയിലായിട്ട് കിട്ടുകയുള്ളൂ. ഇല്ലാന്ന് ഈ സൈസിൽ നിൽക്കണം, കണ്ടില്ലേ? ഈ സൈസിൽ നിന്നാൽ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ ഈ റോബ്ലാകുമ്പോൾ അങ്ങോട്ടും പോവും ഇങ്ങോട്ടും വരും. ഇല്ലാന്നുണ്ടെങ്കിൽ കിട്ടുകയില്ല, അലൈൻമെൻറ്റ് കിട്ടുകയില്ല. ഞാൻ അന്ന് ഇന്നോവൻ്റെ ഒരു വീഡിയോ കാണിച്ചു തന്നില്ല, അതേപോലെ തന്നെ നിൽക്കും. ഗ്യാപ്പ് കണ്ടില്ലേ?
ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് അലൈൻമെൻറ്റ് നേരെ ചെയ്യാനേ പറ്റില്ല. അലൈൻമെൻറ്റ് ചെയ്തിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ എന്തായാലും വെൽഡ് ചെയ്തിട്ട് ഒന്നുകൂടെ നമ്മൾ ഓടിച്ച് നോക്കിയിട്ട് അലൈൻമെൻറ്റ് റീഡിങ് കറക്റ്റാണോ എന്നുള്ളത് ഒന്നുകൂടെ നോക്കണം. അലൈൻമെൻറ്റ് കഴിഞ്ഞിട്ട് വന്നതാണ് വണ്ടി. ഇതും കൂടെ ചെയ്തിട്ടേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഉണ്ടല്ലേ, ഈ സൈഡ് റെയിലായിട്ട് നിൽക്കുന്നുണ്ട്, ഈ സൈഡ് മാത്രം മിസ്സിങ് ഉണ്ട്. ഇതൊന്ന് ആക്കിയിട്ട് ഡൗൺ ചെയ്തിട്ട് വെൽഡ് ചെയ്യണം, എന്നാൽ തന്നെ റെയിലായിട്ട് കിട്ടുകയുള്ളൂ. എൻ്റെ ഓയിലാണ് ഇട്ടിരിക്കുന്നത് 2 സൈഡ് ഉണ്ടല്ലേ. അതിൽ വന്നിട്ട് ഗ്യാപ്പ് അധികമുണ്ട്. ഒരു വെൽഡടക്കം ഉള്ളിൽ പോകും. ഡൗൺ ആയാൽ നേരെ ഉള്ളിൽ വരും. ഇത് ഉള്ളിലേക്ക് വരും, താഴും. അപ്പോൾ നമുക്ക് കൈ ഇടാനേ പറ്റില്ല. ഇപ്പോൾ റിയലാണ്. 2 സൈഡും മാറ്റിയിട്ടുണ്ട്. ഒറിജിനൽ തന്നെ മാറ്റിയിട്ടുണ്ട്. അത് ഗോഗോൻ്റെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അധികം സൗണ്ടില്ല, കറക്റ്റാണ്. ഗ്രീസ് ഉള്ള ടൈപ്പാണ് ഇട്ടിരിക്കുന്നത്. ഗ്രീസ് വെച്ചാൽ ഒന്നുകൂടെ ബെറ്ററായിട്ട് നിൽക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ തുരുമ്പ് വരും. അതിനാണ് ഗ്രീസ് ഉള്ളതാണ് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത്. ഇന്നോവയ്ക്ക് അങ്ങനെ തന്നെ വരും കേട്ടോ. ചാർജ് ജോയിൻറ്റ് ഗ്രീസ് ഇല്ലാത്തതും വരും, ഉള്ളതും വരും. ഗ്രീസ് ഉള്ളത് വെച്ചാൽ തന്നെ വരുള്ളൂ, കറക്റ്റ് ആവുകയുള്ളൂ. ലീഫിൻ്റെ ബുഷ്കിറ്റും മാറിയിട്ടുണ്ട് ഇതിനകത്ത്. എല്ലാ സൈഡും, ബാക്കിലും ഫ്രണ്ടിലും മാറിയിട്ടുണ്ട്. അത് ഡാമേജ് ആയിരുന്നു നേരത്തെ വരുമ്പോൾ. അതുപോലെ തന്നെ അതിൻ്റെ പാഡ് അതും ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. എല്ലാ പാഡും യൂസ് ചെയ്യണം കേട്ടോ. ഇല്ലാണ്ട് വേറെ ഉള്ള സാധനങ്ങളില്ലെങ്കിൽ പാഡ് ഇല്ലാതെ വണ്ടി വിടാൻ പറ്റില്ല. ഈ ലീഫ് വന്നിട്ട് അടുത്ത ലീഫിൽ വന്ന് മുട്ടും, സൗണ്ടും വരാൻ സാധ്യതയുണ്ട്, പൊട്ടാനും സാധ്യതയുണ്ട്. ഈ പാഡ് എത്രയോ ഉപകാരമുള്ള പാഡാണ് കേട്ടോ ഇത്, ലീഫിൻ്റെ പാഡ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഡാമേജ് ആകും. ഈ പാഡ് ഇട്ടില്ലെങ്കിൽ നേരെ അടുത്ത ലീഫിൽ വന്ന് മുട്ടും, അത് പൊട്ടാനും സാധ്യതയുണ്ട്. ഇത് പാഡ് ഇട്ട് കഴിഞ്ഞാൽ 10,000 കിലോമീറ്ററിൽ സർവീസിന് വരില്ല. അപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോഴടക്കം ഇടണം, ഇട്ടാൽ തന്നെ ഗുണം വരുള്ളൂ. പാഡും മാറ്റിയിട്ടുണ്ട്, അതുപോലെ ബുഷ്കറ്റും മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത്. രണ്ട് ഫ്രണ്ടിലും ബാക്കിലും ബുഷും മാറ്റിയിട്ടുണ്ട്, ഷോക്കും മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത്. അതല്ലേ SP വാൾവ് കംപ്ലൈൻ്റ് ഇല്ല, അതുകൊണ്ട് മാറ്റിയിട്ടില്ല. ഡൗൺ ആയിട്ട് അധികം ബിഗായിട്ട് നിൽക്കുന്നില്ല, അതുകൊണ്ട് കംപ്ലൈൻ്റ് ഇല്ല. ഓയിൽ ഡൗൺ ആകുന്നില്ല. അപ്പോൾ വരുമ്പോൾ തന്നെ ഓയിലേ ഇല്ല, ബ്രേക്കും ഇല്ലായിരുന്നു വണ്ടിക്ക്. ചിലപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടും ബ്രേക്ക് ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആവും. ഇപ്പോൾ പ്രശ്നമില്ല, അത് മാറ്റേണ്ട ആവശ്യം. LHP വാൾവ് കിട്ടാനായിട്ടും ബുദ്ധിമുട്ടുണ്ട്. കിട്ടും, അതർ ബ്രാൻഡായിരിക്കും കിട്ടുക, ഒറിജിനൽ കിട്ടില്ല. അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പോളിമാർട്ടിൽ പോയിട്ട് ഉള്ള പോളിമാർട്ടിൽ പോയിട്ട് എടുക്കേണ്ടി വരും. അതാണ് ഗുണം. ഇല്ലെങ്കിൽ അതർ ബ്രാൻഡ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, കണ്ടില്ലേ, കുഴപ്പമില്ല. അത് ഒരു സിലിണ്ടർ മാത്രം ഡാമേജ് കൊണ്ടാണ് അത്രയും ഓയിൽ ഡൗൺ ആയത് വണ്ടിക്ക്. എല്ലാ പണികളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മെക്കാനിക്കൽ വർക്ക് മാത്രം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ടിങ്കറിങ് വർക്ക് ഉണ്ട്, അത് പെയിൻറ്റിങ് ഉണ്ട്, എല്ലാ വർക്കും ഉണ്ട്. ഇപ്പോൾ മെക്കാനിക്കൽ വർക്ക് മാത്രം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. വീൽ ബെയറിങ്ങും കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതും മാറ്റിയിട്ടുണ്ട് കേട്ടോ. മാറ്റിയപ്പോൾ അധികം തരിപ്പൊന്നും ഇല്ല ഇതിനകത്ത്. വണ്ടി ഏകദേശം 5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മീറ്ററിൽ കാണിക്കുന്നത് കേട്ടോ, നീ ഓടിയിട്ടുണ്ടോ അതോ മീറ്റർ മാറ്റിയൊന്നൊന്നും അറിയില്ല. 5 ലക്ഷം കിലോമീറ്റർ ഇതിൽ ഓടിയിട്ടുണ്ടെന്ന് തോന്നണം. അത് മീറ്റർ മാറ്റിയാലും കുറവേ വരുള്ളൂ, ചിലപ്പോൾ കൂടുതലേ വരുള്ളൂ. ഇത് മാറ്റുകയും ചെയ്യാം നമുക്ക്. എന്തായാലും വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. 5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഓയിലടക്കം എൻജിൻ ഓയിലും മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻജിൻ ഓയിൽ അഴിക്കുമ്പോഴടക്കം 1 ലിറ്ററിൻ്റെ പുറകിലേ ഉള്ളൂ, അധികം ഇല്ല വണ്ടിക്ക്. ഒരു 1/2 ലിറ്ററാണെന്ന് തോന്നുന്നു ഉണ്ടായിരുന്നത്, അത്രയും കുറവായിരുന്നു. അതിനു വേണ്ടി എൻജിൻ ഓയിൽ മാറ്റിയിട്ടുണ്ട്. ഇത് ഫുള്ള് വർക്കുള്ളതാണ്, ഫുള്ള്. ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആ മിടുപ്പ് പോലെ സൗണ്ട് ഉണ്ടായിരുന്നു, അതടക്കം കമ്മിയായിട്ടുണ്ട്. കമ്മിയല്ല, ഇല്ല, മിടുപ്പില്ല.
അത് എൻജിൻ മൗണ്ടൊക്കെ മാറ്റിയതല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ സൗണ്ടേ ഇല്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നേരത്തെ വണ്ടി വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടക്കം ഒരു മിടുപ്പ് പോലെ സൗണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെല്ലാം ചെക്കപ്പും ചെയ്തത്. ഇപ്പോൾ കുഴപ്പമില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടക്കം റിയലായിട്ട് സ്റ്റാർട്ടാവുന്നുണ്ട്. മിടുപ്പും ഇല്ല, തരിപ്പും ഇല്ല, ഒരു സൗണ്ടും ഇല്ല. നമുക്കൊന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാൻ പറ്റും. സ്റ്റെയറിങ്ങിൻ്റെ ചെറിയൊരു സൗണ്ട് ഉണ്ട്. അലൈൻമെൻറ്റ് ചെയ്തതാണ്, പമ്പിൻ്റെ സൗണ്ട് പോലെ തോന്നുന്നുണ്ട്. മെയിൻ റോഡിൽ ഓടിക്കുമ്പോൾ തന്നെ ഒരുപാട് സൗണ്ട് ഉണ്ടായിരുന്നു. ഒന്നും പറയാൻ പറ്റാത്ത ലെവലിലായിരുന്നു സൗണ്ട് വന്നത്. ഇപ്പോൾ മെയിൻ റോഡിലടക്കം സൗണ്ട് ഇല്ല. ഓഫ് റോഡ് പോയിട്ട് നോക്കട്ടെ സൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നേരത്തെ വരുമ്പോൾ തന്നെ ഒരുപാട് സൗണ്ട് ഉണ്ടായിരുന്നു, അതുപോലെ ഡാമേജ് ഉണ്ടായിരുന്നു വണ്ടി. അതുകൊണ്ടാണ് അത്രയും സൗണ്ട് വന്നത്. ഇപ്പോൾ മെയിൻ റോഡിൽ ഓടിക്കുമ്പോൾ സൗണ്ട് ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് ഓഫ് റോഡിൽ ഓടിച്ച് നോക്കാം. കയറിയിട്ടുണ്ട്, ഒന്ന് ഡ്രൈവ് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും നമുക്ക്. അധികം കിലോമീറ്ററും പോകേണ്ട ആവശ്യമില്ല. കയറിയാൽ തന്നെ അറിയാം എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ, എങ്ങനെയുണ്ട്, നമ്മൾ ചെയ്ത വർക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് റിയലായിട്ട് അറിയാൻ പറ്റും. ഡിക്കിൻ്റെ സൗണ്ടും സീറ്റിൻ്റെ സൗണ്ടും മാത്രം കേൾക്കുന്നുണ്ട്. അത് റിയലാണ്, എല്ലാ വണ്ടിക്കും വരും അതുപോലെ സൗണ്ട്. ഡിക്കിൻ്റെ ചെറിയ സൗണ്ടേ ഉള്ളൂ. പിന്നെ പാഡിൻ്റെ സൗണ്ട് ഉണ്ട്, അതൊക്കെ നോർമലാണ്. അത് നോർമലായിട്ടാണ് വരുന്നത്, ഒരു എന്നുള്ള സൗണ്ട് മാത്രം. ബാക്കിയുള്ള സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ആയിട്ടുണ്ട്. നമ്മളെല്ലാ സാധനവും മാറ്റിയിട്ടുണ്ട്. എല്ലാം ഡാമേജ് ആയിരുന്നു. ബുഷ് കിറ്റ്, അതേപോലെ തന്നെ ഷോക്ക്, ബോൾ ജോയിൻറ്റുകൾ എല്ലാം ഡാമേജ് ആയിരുന്നു. അതുകൊണ്ടാണ് അത്രയും സൗണ്ട്. നമുക്ക് ഒന്നും എല്ലാ സൗണ്ടുകളും കേൾക്കുമ്പോൾ എവിടെ നിന്ന് വന്ന് എന്ത് വന്നു എന്നുള്ളത് നമുക്ക് അറിയേയില്ല. അതേപോലെ സൗണ്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ എ സി ഇട്ടിട്ടുണ്ട്, എ സിയും വർക്കിംഗ് അല്ല, അതും നോക്കണം നമുക്ക്. ഫുള്ള് വർക്കാണ് കേട്ടോ, ഫുള്ള് വർക്കുണ്ട് വണ്ടിക്ക്. അപ്പോൾ ഈ മെക്കാനിക്കൽ വർക്ക് ചെയ്തിട്ടേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ പാച്ച് വർക്ക് അടക്കം അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്യാസ് കയറ്റിയിട്ടും കാര്യമില്ല, ഒന്നും എ സിൻ്റെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല. അതൊക്കെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടേ നമുക്ക് ബാക്കിയുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. വയറിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, അതേപോലെ എ സിൻ്റെ, അതുപോലെ തന്നെ എല്ലാ വർക്കുകളും അതിന് ശേഷം ചെയ്യുന്നതാണ് ഗുണം. മെക്കാനിക്കൽ വർക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം, എന്നാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള വർക്കുകൾ റിയലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മെക്കാനിക്കൽ വർക്ക് ആദ്യം തുടങ്ങിയിട്ട് ആദ്യം കംപ്ലൈൻറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ള വർക്കുകൾ തുടങ്ങാം. ഗിയർ ബോക്സ് മൗണ്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അത് ഓർഡർ ചെയ്ത 5-6 ദിവസമാവും കിട്ടാനായിട്ട്. അത് മാത്രം മാറ്റിയിട്ടില്ല, മാറ്റും എന്തായാലും. അത് 6000 രൂപൻ്റെ അടുത്ത് വരുന്നുണ്ട് ഗിയർ ബോക്സ് മൗണ്ട് മാത്രം. അത് മാറ്റിയിട്ടില്ല. VI 6ൻ്റെ ആണെന്നുണ്ടെങ്കിൽ അധികം രൂപ വരില്ല. എഞ്ചിൻ മൗണ്ട് അടക്കം 600-700 രൂപയെ വരുള്ളൂ. ഗിയർ ബോക്സ് മൗണ്ടും അതേ റേറ്റേ വരുള്ളൂ. അപ്പോൾ അത് ഇട്ടിട്ടും കാര്യമില്ല. നമ്മൾ ഇത്രയും പണി ചെയ്തിട്ട് VARൻ്റെ മാത്രം ഇട്ടിട്ട് കാര്യമില്ല, ഡാമേജ് ആകാനും സാധ്യതയുണ്ട്. ഒറിജിനൽ ഇട്ടാൽ ഏകദേശം കിലോമീറ്റർ ഓടിച്ചുകൊണ്ടേയിരിക്കുക. ബുദ്ധിമുട്ടുള്ള വണ്ടികൾ റീസ്റ്റോറേഷന് വരുമ്പോൾ ഏകദേശം പണികളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. പാച്ച് വർക്കടക്കം ഒരുപാട് ദിവസം ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്രയും ദിവസം നമുക്ക് ഡിലേ വരുന്നത്. അധികം പണിയില്ല. ഇനിയിപ്പോൾ ഗുഡായിട്ട് വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര പണിയില്ലാത്തതുകൊണ്ട് ഏകദേശം ഒരു 2 മാസം അല്ലെങ്കിൽ 1.5 മാസത്തിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെയല്ല, ഇതിപ്പോൾ മെക്കാനിക്കൽ വർക്കിന് തന്നെ ഏകദേശം ഒരു 25 ദിവസം 30 ദിവസം 1 മാസം ആയിട്ടുണ്ട് റിലീസ് ചെയ്യാനായിട്ട്. അതേ മെക്കാനിക്കൽ വർക്കിന് ഇത്രയും പണിയുണ്ട്. അത് ബാഡായിട്ട് നിൽക്കുന്ന ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല. വണ്ടി വരുമ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യം കാണിച്ചു തന്നില്ലേ,
അതേപോലെ അത്രയും പണിയുണ്ടായിരുന്നു. അതൊക്കെ റിലീസായി ഇതുപോലെ ഗുഡായിട്ട് ഓടിക്കാനടക്കം അത് റിയലായിട്ട് ചെയ്താൽ തന്നെ നടക്കുകയുള്ളൂ. ദിവസങ്ങളാകും അത് പുതിയ വണ്ടി പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ. പെയിൻറ്റിങ്ങും ടിങ്കറിങ് വർക്കും പാച്ച് വർക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം വേണം. ഇത്ര ടൈമിൽ ഞാൻ വണ്ടി തരാമെന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒരുപാട് ദിവസം മെക്കാനിക്കൽ വർക്കിന് തന്നെ 1 മാസം എടുത്തു ഇത് ചെയ്യാനായിട്ട്. അത് ഗുഡായിട്ടുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇത്ര ദിവസം വരില്ല. നമുക്കൊരു 3 മാസം 4 മാസം ഇല്ലെങ്കിൽ ഒരു 5 മാസത്തിൻ്റെ ഉള്ളിൽ കൊടുക്കാം. അത് പാച്ച് വർക്കും അതേപോലെ മെക്കാനിക്കൽ വർക്കും എല്ലാ വർക്കുകളും അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസത്തിൽ കൊടുക്കാനേ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അതിന് തന്നെ 3 നാളായി നിർത്തിയാലും തീരില്ല, അത് പണി തീരില്ല, സമയമെടുക്കും. നമുക്ക് സമയം തന്നാൽ തന്നെ റിയലായിട്ട് ചെയ്യാനും പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് ടൈം എടുക്കും നമുക്ക് തന്നാൽ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ പിള്ളേരുണ്ട്, ചെയ്യാനായിട്ടുള്ള പിള്ളേരുണ്ട്. എന്നാലും ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗുഡായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിന് കൊടുക്കാനും പറ്റില്ല. വണ്ടി ഓടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്, വണ്ടിക്ക് പ്രശ്നങ്ങളില്ല, സൗണ്ടുകളില്ല. നേരത്തെയൊക്കെ ഓടിക്കുമ്പോൾ തന്നെ അയ്യോ എന്തോ പോലെ ഉണ്ടായിരുന്നു വണ്ടിക്ക്. ഇപ്പോൾ അതുപോലെയല്ല, റിയലായി നിൽക്കുന്നുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട്. ബാക്കിയുള്ള വർക്കുകളും ചെയ്യാനായിട്ട് നമുക്ക് ടൈം വേണം. പാച്ച് വർക്കും അധികം ഉണ്ട്, വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, അധികം ഉണ്ട് പാച്ച് വർക്കുകൾ. ഈ സീറ്റ് അടക്കം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ? എല്ലാ പണികളും ചെയ്യാനായിട്ട് അതുപോലെ വണ്ടിയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഒറിജിനൽ സാധനങ്ങൾ അധികം കിട്ടാനില്ല കോളിസിന്. ഇന്നോവയ്ക്കും മറ്റുള്ള വണ്ടികൾക്ക് എല്ലാ വണ്ടികൾക്കും അധികം വരുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പോൾ ആൾട്ടോ മാരുതി ആൾട്ടോ ഒക്കെ അടക്കം അധികം സാധനങ്ങൾ കിട്ടാനില്ല. അതേപോലെ 800 അതിനും കിട്ടുന്നില്ല. കോളിസിനും അധിക സാധനം കിട്ടുന്നില്ല. എഞ്ചിൻ മൗണ്ട് അങ്ങനെ സർവീസിനുള്ള സാധനങ്ങളൊക്കെ ഒറിജിനലായിട്ട് ഉണ്ട്, അത് തരുന്നുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊന്നും ഒറിജിനൽ ഇല്ല, കിട്ടുന്നില്ല ഇപ്പോൾ. അതുകൊണ്ട് നമുക്ക് അതർ ബ്രാൻഡിന് തന്നെ ഇടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വണ്ടികൾ. മെക്കാനിക്കൽ വർക്ക് ഫിനിഷ് ചെയ്തപ്പോൾ ഏകദേശം സുഖമുണ്ട് വണ്ടി ഓടിക്കാനടക്കം. നേരത്തെ വരുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ റിലീസായിട്ടുണ്ട്, മെക്കാനിക്കൽ വർക്ക് റിലീസായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.